അല്ലു അർജുന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പുഷ്പ 2 ദി റോൾ റീലോഡഡ് പതിപ്പ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് ഈ സൂപ്പർ ഹിറ്റ് ചിത്രം OTTയിൽ എത്തിയത്. ഡിസംബർ 5-ന് റിലീസ് ചെയ്ത ചിത്രം 1800 കോടി രൂപയാണ് ആഗോളതലത്തിൽ വാരിയത്. സിനിമയിൽ നിന്നും കട്ടുചെയ്ത് കളഞ്ഞ ചില പ്രധാനപ്പെട്ട രംഗങ്ങൾ ഈ പുതിയ പതിപ്പിലുണ്ടാകും. 3 മണിക്കൂർ 20 മിനിറ്റായിരുന്നു ആദ്യം പുറത്തിറങ്ങിയ പതിപ്പിന്റെ ദൈർഘ്യം. ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അതിവേഗം 1000 കോടി കളക്ഷൻ നേടിയ ചിത്രമായി മാറി പുഷ്പ 2 ദി റോൾ. 32 ദിവസം കൊണ്ട് 1831 കോടി ആഗോള കളക്ഷൻ സ്വന്തമാക്കി ചിത്രം. ബാഹുബലി 2-ന്റെ കളക്ഷനെയും ചിത്രം മറികടന്നു. നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സാണ് കളക്ഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. 2000 കോടി കളക്ഷൻ നേടിയ അമീർ ഖാൻ ചിത്രം ദംഗലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണം വാരിയ ചിത്രം. പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ 350 കോടിയോളം കളക്ഷനായിരുന്നു നേടിയത്. ഈ തുക 2 ദിവസം കൊണ്ട് പുഷ്പ 2 മറികടന്നിരുന്നു. ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ 294 കോടി കളക്ഷൻ സ്വന്തമാക്കി. 6 ദിവസം കൊണ്ട് 1000 കോടിയും ചിത്രം നേടി. ഹിന്ദി പതിപ്പും റെക്കോർഡുകൾ തൂത്തുവാരി. 806 കോടിയാണ് പുഷ്പ 2-വിന്റെ ഹിന്ദി പതിപ്പിന്റെ കളക്ഷൻ. 800 കോടി നെറ്റ് കളക്ഷൻ നേടുന്ന ആദ്യ ഹിന്ദി ചിത്രമായും പുഷ്പ 2 മാറുകയുണ്ടായി. ലോകമെമ്പാടുമുള്ള 12,500-ലധികം സ്ക്രീനുകളിലാണ് പുഷ്പ 2 ഇറങ്ങിയത്. പ്രീസെയിലിൽ നിന്ന് മാത്രം ചിത്രം 100 കോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.